ആനകൾ അവയുടെ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി വിഹരിച്ച് കഴിയുന്ന വിശാലമായ ഒരു സ്ഥലമാണിത്. ക്ഷേത്ര ദർശനത്തിനായി വരുന്ന നല്ലൊരു ശതമാനം ഭക്തരും ഗുരുവായൂരപ്പനെ കണ്ടു വണങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് പോരാറുണ്ട്. ആനപ്രേമികളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. 1-2 ദിവസം തങ്ങിയാലും അവരുടെ കാഴ്ച മതിയാവില്ല. മാത്രമല്ല, കേരളത്തിലെ വളർന്നു വരുന്ന പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒരിടം കൂടിയാണ് പുന്നത്തൂർ കോട്ട. ഇവിടുത്തെ ആനകളെല്ലാം കർക്കിടക മാസത്തിലെ സുഖചികിത്സ കഴിഞ്ഞ് നിൽക്കുന്ന വേളയാണിത്. കണ്ടില്ലേ, നല്ല തിരുമലും ധാരയും കുളിയും ഔഷധ സേവയുമെല്ലാം കഴിഞ്ഞതിൻ്റെ തിളക്കമില്ലേ ഈ മുഖങ്ങളിൽ. കർക്കിടകത്തിലെ സുഖചികിത്സ എന്നാൽ ഒരുതരം ഉഡായിപ്പ് പരിപാടിയൊന്നുമല്ല. മുക്കിന് ഔഷധക്കഞ്ഞി എന്നെഴുതി വെച്ച് മനുഷ്യരെ പറ്റിക്കുന്നത് പോലുള്ള ഏർപ്പാടൊന്നുമല്ല. പുന്നത്തൂർ കോട്ടയിലെ സുഖചികിത്സ മറ്റൊരു തരത്തിലാണ്. ഗുരുവായൂർ ദേവസ്വം എല്ലാ കർക്കിടകത്തിലും തങ്ങളുടെ ആനകൾക്ക് നൽകുന്ന ഈ ചികിത്സ ആനകൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ അവശതകളും ഇത് കഴിയുമ്പോൾ വിട്ടകലും. വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശവും കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ ഭംഗിയാകും, ഉഷാറാകും. പച്ചക്കർപ്പൂരം വെളിച്ചെണ്ണയിൽ ചാലിച്ച് വിദേശികളെ സുഖചികിത്സ എന്ന പേരിൽ നന്നായി സുഖിപ്പിച്ച് കീശ കൊള്ളയടിക്കുന്ന റിസോർട്ടുകളിലെ തടവൽ വിദഗ്ധന്മാർക്ക് സുഖചികിത്സയുടെ കാലത്ത് ഇവിടെ വന്നാൽ കുറേ നമ്പറുകൾ പഠിക്കാൻ പറ്റും. ആളെ പറ്റിക്കുന്നതിലും വേണമല്ലോ ഒരു മിനിമം മര്യാദ. തടവി കാര്യങ്ങൾ എവിടം വരെ പോകാമെന്ന് ഇവിടെ ഒരു ടേം പരിശീലനം നേടിയാൽ ഇവർക്ക് മനസ്സിലാകും. അതിര് കടന്നാൽ നല്ല കുത്തും കിട്ടും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളത്തിലാണ്. പുന്നത്തൂർ കോട്ട എന്ന് പേരുള്ള ഒരു ചെറിയ നാട്ടുരാജ്യത്തിൻ്റെ വാസസ്ഥലമായിരുന്നു, കോവിലകമായിരുന്നു ഇത്. ഇവിടെ 75 ആണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളെ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. അതുവരെ ഗുരുവായൂർ ദേവസ്വം ആനകൾ നിന്നിരുന്നത് ഗുരുവായൂരിൽ അമ്പലത്തിന് തെക്ക് ഭാഗത്തുള്ള ഒരു കോവിലകം പറമ്പ് എന്ന് പറയുന്ന അതൊരു കോവിലകം പറമ്പാണ്. ആ പറമ്പിലായിരുന്നു നിന്നിരുന്നത്. അതായത് കൃഷ്ണഗീതിയുടെ കർത്താവ് ആയിട്ടുള്ള മാനവേദരാജ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയിട്ടാണത്. ആ സ്ഥലത്തായിരുന്നു ഈ ആനകളെല്ലാം നിന്നിരുന്നത്. 75 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 28 ആനകളാണ് അന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഈ പുന്നത്തൂർ കോട്ടയിലേക്ക് വന്നിട്ടുള്ളത്. അന്ന് ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ ഗജരാജൻ കേശവൻ ഉണ്ടായിരുന്നു. ഈ കിഴക്ക് ഭാഗത്ത് കൂടിയാണ് അന്ന് ആനകളെല്ലാം ഇങ്ങോട്ട് കടന്നു വന്നത്. ഈ വഴി അത്ര ഉണ്ടായിരുന്നില്ല, ഇവിടെ പടിപ്പരിയും മറ്റുമായിരുന്നു അന്ന്. അപ്പോൾ അതിലൂടെ ആന വരും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ കൂടെയാണ് ആന വന്നിട്ടുള്ളത്. അന്നൊരു പ്രത്യേകത സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഗുരുവായൂർ കേശവൻ ഈ എല്ലാ ആനകൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് മുൻപിൽ നടന്നുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ചെറിയൊരു പാലം ഇവിടെ ഉണ്ട്. ആ പാലം കടന്നിട്ട് വേണം ആനകൾക്ക് വരാൻ. അപ്പോൾ ഈ കേശവനെ സംബന്ധിച്ചിടത്തോളം കുറേ ഐതിഹ്യങ്ങൾ ഐതിഹ്യമല്ല, ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ആന ബുദ്ധിശാലിയായിരുന്നു, മറ്റ് പല ആനകളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അങ്ങനെ പല കഥകൾ ആനയെക്കുറിച്ച് നമ്മൾക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു കഥയായിട്ടാണ് ഇതും നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ എല്ലാ ആനകൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് മുൻപിൽ നടക്കുന്ന കേശവൻ ഈ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് ഉറപ്പ് പരിശോധിച്ചു 2-3 തവണ എന്നാണ് പറയുന്നത്. ആ ഉറപ്പ് പരിശോധിച്ചിട്ട് ധൈര്യമായതിന് ശേഷം, വിശ്വാസം വന്നതിന് ശേഷമാണ് ആന കടന്നു വരികയും അതിന് പിന്നാലെ മറ്റ് 27 ആനകളും കടന്നു വരികയും ചെയ്തു. അങ്ങനെയാണ് 75 ആദ്യമായിട്ട് പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞ സ്ഥലം ഗുരുവായൂർ ദേവസ്വം ആനത്താവളമായിട്ട് മാറുന്നത്. അതിനുശേഷം ഇവിടെ വളരെ ആനകൾ കൂടുതൽ, പിന്നീടും കുറേ ആനകൾ വന്നു. അതിനിടയ്ക്ക് കുറേ ആനകൾ ചെരിഞ്ഞു പോയിട്ടുണ്ട്. 25ഓളം ആനകൾ കേശവൻ്റെ മരണത്തിന് ശേഷം ഇവിടെ ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദേവസ്വത്തിൻ്റേതായിട്ട് 63 ആനകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ 6 പിടിയാനകൾ,
2 മോഴ ആനകളും ഉണ്ട്.